ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ അതേ അവകാശവും അധികാരത്തിന്റെയും അതേ അഭിഷേകമാണ് നമ്മീ പകരപ്പെട്ടിരിക്കുന്നത്. പലർക്കും അതറിയത്തില്ല. ചിലരൊക്കെ ഈ ദാസ്യത്തിന്റെ ആത്മാവിലാ പോകുന്നത്. ദാസ്യത്തിന്റെ ആത്മാവ്, ദാസ്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനല്ല പ്രാധാന്യം, ബുദ്ധി കൊണ്ടാ. എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്റെ കൊണ്ട് ഞാനങ്ങ് ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ട് എല്ലാം തീരുമ്പോഴാ ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നു. ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ നീ എത്തിയിട്ടല്ല പ്രാർത്ഥിക്കാൻ വരേണ്ടത്. നിന്റെ സിംറ്റംസ് കാണുമ്പോഴേ നീ മനസ്സിലാക്കണം, ഈ പോരാട്ടം എന്ന് പറയുന്നത് തകർക്കാനാ, നന്നാക്കാനല്ല വന്നിരിക്കുന്നെന്ന് മനസ്സിലാക്കി ഉടയവന്റെ മുമ്പിൽ നീ താഴണം. നിന്റെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൈമാറണം. നിന്റെ ഹൃദയം അതേ ഹല്ലേലൂയ നിഷ്കളങ്കതയോടും നേരായിട്ടുള്ള ഒരു ഹൃദയം നിനക്കുണ്ടായിരിക്കണം. ലോകത്തിലെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിച്ചിരുന്ന ശൗൽ എന്ന് പറയുന്ന പൗലോസ് എന്ന് വിളിച്ച ശൗല് ഡമസ്കോസിലേക്കുള്ള നാഷണൽ ഹൈവേയിൽ കൂടെ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ശൗലിനെ വിളിക്കാൻ ഡയറക്റ്റ് സ്വർഗം തുറന്നു താഴെ ഇറങ്ങി. ഡയറക്റ്റ് ഇറങ്ങി ശൗലിനോട് പറഞ്ഞു, ശൗലെ പോരാ, നീ ഇനി കുറച്ചു നാളുടെ നേർവീതി എന്ന വേട്ടത്തിലെ പൊക്കോളാൻ പറഞ്ഞു. ഡമസ്കോസ് എന്ന് പറയുന്ന ഈ നാഷണൽ ഹൈവേ ആയി എനിക്ക് സഞ്ചരിക്കാൻ യോഗ്യം, എനിക്കിതൊക്കെ ഇഷ്ടമെന്നും പറഞ്ഞ് ശൗൽ അവിടെ നിന്ന് അത് കറങ്ങി നില്ല, മുഴുവൻ തന്റെ പഴയ മുഴുവൻ വിട്ടു. അതുകൊണ്ട് കണ്ണൂടെ കാഴ്ച പോയി. കാരണം ഇനി ഒന്നും കാണണ്ട, തിരിഞ്ഞു പോകാൻ മനസ്സില്ല, ഒറ്റ പോകും. നേർവീതിയിലേക്ക് തന്നെ പോയി, നേർവീതിയിലേക്ക് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഒരു അൺകണ്ടീഷനായിട്ട്, ഒരു വ്യവസ്ഥയില്ലാത്ത സമർപ്പണം. യേശുക്രിസ്തു ജീവിതത്തിൽ മതിയായവനെന്ന് ബോധ്യമുള്ളവൻ. നമ്മുടെ ഈ ജീവിതം ദൈവപൈതലെ 70-80 വർഷം കൊണ്ട് തീരുന്നതല്ല. ഈ ഭൂമിയിലെ താൽക്കാലികമായ ഒരു ജീവിതമാണ്. ഈ ഭൂമി അല്ല നമ്മുടെ ശാശ്വതമായ അതേ വാസസ്ഥലം. എല്ലാവരും അത് ഓർക്കണം എപ്പോഴും. അതെ, നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തയും, ചിലരുടെയൊക്കെ സംസാരവും ചിന്തയും കണ്ടാൽ ഈ ഒരു ജീവിതമേ ഉള്ളൂ, ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതിപ്പോഴേ ഇവിടെ അതേ ചെലവഴിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ അല്ല. അതേ, ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ഈ ഭൂമിയിൽ നിനക്ക് തന്നിരിക്കുന്ന ആയുസ് നീ വിശ്വസ്തയോടെ ദൈവത്തിന്റെ മഹത്വത്തിന് നീ വിനിയോഗിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നിനക്കൊരു നിത്യ ജീവിതം നിനക്ക് ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? നീ മാനസാന്തരത്തിൽ ദിവസവും ദൈവത്തിനോടൊരു പൂർണ്ണ ഹൃദയം പുലർത്തണം. മാനസാന്തരം ഡെയിലി, ഡേ ബൈ ഡേ, ഓരോ നാഴിക തോറും, സമയം തോറും നിനക്കൊരു മാനസാന്തരം, ഒരു പുതിയ തീരുമാനം ഉള്ളറയിൽ ഉണ്ടായിരിക്കണം. ദൈവത്തോട് നീ അടുക്കണം. എന്തിനാ? ദൈവത്തിന്റെ ഹൃദയം ഗ്രഹിച്ച് ദൈവത്തിന്റെ മനസ്സുള്ളവളായി മാറുവാൻ, ദൈവത്തിന്റെ മനസ്സുള്ളവനായി മാറുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നീ ദിവസവും മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. സ്വർഗത്തിലെ ലൈൻ നീ കണക്ട് ചെയ്യാനായി സ്വർഗം നിന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ പേടിക്കണ്ട. പിന്നെ നീ അതേ റിമോട്ട് കൺട്രോൾ നീ ചലിച്ചാ മതി. കാരണം നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയുണ്ടല്ലോ, നിന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം, ഒരുമാതിരി സാധാരണ എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു അത്ഭുത പ്രകാശത്തിലേക്കാ. ആ പ്രകാശത്തെ ഇന്ന് പകൽക്കാലം നീ ചെറുതായിട്ട് കാണല്ലോ. തേജോമാനാഥ ദൈവത്തിന്റെ മുഖത്തൊന്നും ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത തേജസ്സിന്മേൽ വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ദൈവവൈതലേ, നമ്മളെ ഉള്ളതുപോലെ അതേ ഹല്ലേലൂയ ഓപ്പണായി കാണുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലാ ഇരിക്കുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, ഒരു രഹസ്യവും അവന് മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയത്തില്ല. ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിച്ചേ, മാനസാന്തരത്തിൽ ഏത് ലെവലിലാ നാം ദൈവത്തോട് അടുത്തു നിൽക്കുന്നത്? ഈ ലോകത്തിൻ്റെതാകുന്ന മനോഭാവങ്ങൾ നമ്മൾ എത്രമാത്രം വേരൂന്നിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് പൽക്കാലം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകത്തക്കവണ്ണം കർത്താവേ, ശകലം മുൻകോപമുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി മറുപടി പറയുന്ന ആളാ. ചിലപ്പോൾ ഞാൻ നെല്ലിക്കാച്ചാക്ക് കുത്തുപൊട്ടിച്ചതുപോലെ വർത്തമാനം തുടങ്ങിയാൽ നിർത്താൻ അറിയത്തില്ല, കുലുകുലുകുലാന്നാ ഞാൻ പറയുന്നത്.
ഇന്ന് പകൽക്കാലം അതിനൊക്കെ ഒരു വിരാമം ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു കടിഞ്ഞാണിട്ട് തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോടെടുത്താൽ കർത്താവിന് ഇഷ്ടമാണ്. എന്നാൽ അത് ഉള്ളത് സമ്മതിക്കാതെ വെള്ളപൂശി പിന്നെ പ്രാർത്ഥിക്കാൻ നിന്ന് ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കത്തില്ല, കേൾക്കത്തില്ല. വെറുതെ ശബ്ദം പുറപ്പെടുവിക്കാം, തുപ്പല് തെറിക്കാമെന്നേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ അതേ അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് കുറച്ചുപേര് ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ സമ്മതിച്ചു വരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ അതേ അടുത്ത് പരിചയപ്പെടുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, അതെ ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അതേ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഒന്നും കാണാൻ കഴിയുന്നില്ല. വിവിധ നിലവാരങ്ങളിലായിരിക്കുന്ന ജനങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം അതെ ഇന്ന് രാവിലെ വരെയുള്ള എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്കറിയാമെന്ന ഒരു യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിനെ അടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ, എന്നെ ഒരുക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ ദേഹം, എന്റെ ദേഹി, എന്റെ ആത്മാവിലെ സകല കൺമിഷവും പോക്കി എന്നെ ശുദ്ധീകരിക്കണം. ആ ആത്മാവിന്റെ പകർച്ചയാൽ എന്നെ പിതാവിനോട് അടുക്കുവാൻ, പുത്രൻ തമ്പുരാൻ മുഖാന്തരം അടുത്തു വരുവാനുള്ള കൃപ ഇന്ന് എന്നെ ഏൽപ്പിക്കണമേ, ധരിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്വർഗം ആ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായി ചലിക്കുവാനിടയായി തീരും. ഒന്നാമത് നമ്മൾ മാനസാന്തര അനുഭവത്തിൽ ഉയരണം. 2, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉയരണം. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് വരികിലും സ്തോത്രം അതേ ഹല്ലേലൂയ സ്തോത്രം ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിച്ച് ദൈവത്തെ എടുക്കണം. 3, അതേ ഹല്ലേലൂയ ദൈവാശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുകയും അവൻ തന്നെ നമ്മുടെ ആശ്രയമായിരിക്കുകയും ചെയ്യാൻ വിവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. വലിയ പ്രയാസമുള്ളൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ ജോലിയിൽ ആശ്രയിക്കുന്നത്, ചിലർ ഡോളറിൽ ആശ്രയിക്കുന്നു, ചിലർ മക്കളിൽ ആശ്രയിക്കുന്നു, ചിലർ അവരുടെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നു, ചിലർ അവരുടെ വാഹനങ്ങളിൽ, അതേ ഹല്ലേലൂയ അവരുടെ കാറ്, അവരുടേതാകുന്ന വില കൂടിയ അവസ്ഥകളിൽ ആശ്രയിക്കുന്നു, ചിലർ കുടുംബ അതേ മഹിമയിൽ ആശ്രയിക്കുന്നു, ചിലർ വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്നു, ചിലർ ഭർത്താവിൽ മാത്രം ആശ്രയിക്കുന്നു, അതേ ഹല്ലേലൂയ ഭർത്താവ് ഭാര്യയിൽ മാത്രം ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ അതേ ഹല്ലേലൂയ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെയുള്ള സകല ആശ്രയങ്ങളും അതേ ഹല്ലേലൂയ വെറും പാഴ് ശ്രമം മാത്രമാണ്. അത് പരാജയമായി അതേ പരിണമിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങൾ. പ്രൈസ്. അതുകൊണ്ട് അതേ ഹല്ലേലൂയ മൂന്നാമതായി അതേ ആശ്രയത്തിൽ നമ്മൾ ദൈവത്തോട് അടുക്കണം. 4, അനുസരണത്തിൽ. സ്തോത്രം. ഞാൻ അതിന്റെ വാക്യങ്ങളൊക്കെ എടുത്ത് അതേ പറയാൻ പോയി കഴിഞ്ഞാൽ മെസ്സേജ് അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ടാ ചുരുക്കി പറയുന്നത്. 4, അനുസരണത്തിൽ നാം വളരണം. സ്തോത്രം. അനുസരണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടത്താൻ ഏൽപ്പിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവ് ദുർഘടങ്ങളെ കൊണ്ട് വലയ്ക്കുന്ന ദൈവമല്ല. സ്തോത്രം. പലരും മക്കൾക്ക് വിവാഹമൊക്കെ എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ കർത്താവിനോട് പറയുന്നത്, കർത്താവേ ഒരു കല്യാണം വേണം, നടക്കണം. ഞങ്ങളിപ്പോൾ ഉള്ളവരോട് പറയും, ദേവദാസനെ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കും, കർത്താവ് ഒന്നും അനങ്ങത്തില്ല, ഒന്നും. അപ്പം ആൾക്കാർ വിചാരിക്കുന്ന പാസ്റ്റർക്ക് കൃപശാലം കുറവാ. പാസ്റ്റർക്ക് കൃപ കുറഞ്ഞതല്ല വിഷയം, കുരുക്കൊപ്പിച്ചത് കൊണ്ടാണ് കർത്താവ് മാറി നിൽക്കുന്നേ. എന്നാൽ അതിനു മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിച്ച് കയറി വന്നു കഴിയുമ്പോൾ കർത്താവ് മുഴുവൻ സെറ്റ് ചെയ്ത് തരും. അതിന് പദ്ധതിയുണ്ട്. ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സഹോദരിമാർ പ്രേയർ ലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബജീവിതം തകരാൻ പോവാ, പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോലി മറ്റുള്ളവർക്ക് കൊടുത്ത് പ്രാർത്ഥിപ്പിക്കാനല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കണം, തന്നെത്താൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നിയോഗം ഏറ്റെടുക്കണം. ദൈവത്തിനെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം യേശുക്രിസ്തുവിനെ അനുസരിക്കുവാനായി, അതേ ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാനായി നമ്മൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പരാജയങ്ങൾ ദൈവത്തോട് പറയണം. കർത്താവേ, അനുസരിപ്പാൻ കഴിയാതെ നീ പറയുന്നത് എന്തെന്ന് കേൾക്കാതെ ഞാൻ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാൻ പലതും ശ്രമിച്ചിട്ടുണ്ട്, പലതിലും പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആകാത്ത ഇടപാടുകളിലൊക്കെ ഇടപെട്ടിട്ട് അതേ വലിയ തുകകൾ നഷ്ടമായവരുണ്ട്.